ദൈവഭക്തരായിരുന്ന ആ ദമ്പതികൾക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു ആ കുടുംബം ജീവിച്ചിരുന്നത്. ഒരു ദിവസം ആ മക്കൾ ഇരുവരും കൂടി സംസാരിച്ച് നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്നൊരു കാർ വന്ന് അവരെ ഇടിച്ചു തെറിപ്പിച്ചു. ഇരുവരും അപ്പോൾ തന്നെ മരണപ്പെട്ടു. പിന്നാലെ ഉണ്ടായിരുന്ന അവരുടെ അമ്മ ഓടി വന്ന് തൻ്റെ മക്കളുടെ ജീവനറ്റ ശരീരം കണ്ട് പൊട്ടിക്കരഞ്ഞു. എങ്കിലും അവർ ബഹളമുണ്ടാക്കാതെ ശാന്തമായി ആ ശരീരങ്ങൾ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഭർത്താവിനോട് ഇത് എങ്ങനെ പറയും എന്നറിയാതെ അവർ ഭാരപ്പെട്ടു. എങ്കിലും അവർ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ഭർത്താവ് വന്ന് മക്കളെ തിരക്കിയപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, 20 വർഷം മുമ്പ് ഒരാൾ നിങ്ങളെ ഏൽപ്പിച്ച നിധി ഇപ്പോൾ അയാൾ മടക്കി ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ആ നിധി അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അത് കൊണ്ടുപോകുവാൻ അനുവദിക്കും. തുടർന്ന് ആ സ്ത്രീ ഭർത്താവിനെ മക്കൾ കിടക്കുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ നിധി തന്നവൻ അവരെ തിരികെ കൊണ്ടുപോയി. അയാൾക്ക് വിശ്വസിക്കാനായില്ല. എങ്കിലും മക്കളുടെ ചേതനയറ്റ ശരീരം കണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ടു. ദൈവം നൽകുന്നതും തിരികെ ചോദിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്തായ പ്ലാൻ അനുസരിച്ചാണ്. ചില ദാനങ്ങൾ നമുക്ക് വളരെ പ്രിയമായതായിരിക്കാം. അവ തിരികെ ചോദിക്കുമ്പോൾ നാം വളരെ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എങ്കിലും നൽകാതിരിക്കാനാവില്ല. ആകയാൽ നമ്മെയും നമുക്കുള്ളവരെയും നമുക്കുള്ളവയെയും ദൈവഹിതപ്രകാരം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സമർപ്പിക്കാം. ഇതേ പ്രകാരം തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് എന്ന ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.